നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന, നമ്മൾ ഭയപ്പെടണം, 1.5 ലക്ഷം റോക്കറ്റുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തു വെച്ചിരിക്കുകയാണ് ഹെസ്ബുള്ള. അവിടെ ഇസ്രയേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ് ലെബനോൻ. ഈ ലെബനോനാണ് വേദപുസ്തകത്തിലെ സോനും സീദോനും. അവിടെ നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികൾ 1.5 ലക്ഷം, കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കേട്ടപ്പോൾ എടുത്തു പറയുന്നു, 1.5 ലക്ഷം റോക്കറ്റുകൾ അങ്ങോട്ട്. ഈ ഹെസ്ബുള്ള എന്ന് പറയുന്ന ആരാ? ഗോഡ്സ് പാർട്ടി. ഇറാൻ ഡയറക്റ്റ് ആയിട്ട് വളർത്തിയെടുത്ത് പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന തീവ്രവാദികളാണ്. ഇസ്രയേലിന്റെ പടയാളികളുടെ ഒരു ഭാഗമാണ് ഹെസ്ബുള്ള തീവ്രവാദികൾ. ആ തീവ്രവാദികൾ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് 1.5 ലക്ഷം റോക്കറ്റുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തു വെച്ചിരിക്കുന്നു. ചിലത് അവർ ഉപയോഗിച്ചു. ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്ത് ഫെലിസ്ത്യ ദേശം, ഈ ഫെലിസ്ത്യ ദേശമാണ് ഗാസ എന്ന് പറയുന്ന സ്ഥലം. ഫെലിസ്ത്യ ദേശമാണെന്ന് വീണ്ടും ഞാൻ കാണിച്ചു തരാം. വളരെ ഒരു സങ്കീർണമായ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ ദൈവജനം കേൾപ്പാൻ നിങ്ങൾ കടന്നു വന്നു. ഇന്ന് കൂടുതൽ ആളുകൾ കേൾപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹവന്ദനം പ്രത്യാൽ അറിയിക്കുകയും ചെയ്തു. വളരെ ഹൃദയത്തിൽ ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 3-4-5 ദിവസങ്ങൾ. ലോകം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയും. മാത്രമല്ല, ലോകത്തിന്റെ പോക്ക് ഏതു വിധത്തിലാണെന്നും വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുള്ള ബന്ധത്തിൽ ആ പഠനം തുടരാം എന്ന് പറയുകയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ തിരുവചനം പരിശോധിച്ചപ്പോൾ യഹോശഫാത്ത് എന്ന പേര് ബൈബിളിൽ പല പ്രാവശ്യവും. എന്നാൽ യഹോശഫാത്ത് താഴ്വര എന്ന് പറഞ്ഞിരിക്കുന്ന ഏക ഭാഗം ഞാൻ മനസ്സിലാക്കിയത് ഈ യോവേലിന്റെ പ്രവചനത്തിലാണ്. യോവേൽ പ്രവചനം. അപ്പൊ ബൈബിൾ ഉള്ളവര് ആ യോവേൽ പ്രവചനം പ്രത്യേകം ഒന്ന് എടുക്കണം. യോവേൽ പ്രവചനത്തിന്റെ ഒരു പഠനം തന്നെ മൊത്തം ഇതിന് ഉതകുന്ന ഒരു പഠനമാണ്. എന്നാൽ നമ്മൾ യോവേൽ പ്രവചനം മുഴുവൻ പഠിക്കാൻ തുടങ്ങിയല്ല. ഞാൻ അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ എടുക്കാം. ഈ വാലി ഓഫ് യഹോശഫാത്ത് താഴ്വര എന്ന് പറഞ്ഞിരിക്കുന്ന 2 ഭാഗം നമുക്ക് വായിക്കാം. അത് 3-ാം അധ്യായത്തിലാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കാം. ഞാൻ യഹൂദയുടെയും യെരുശലേമിനെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലങ്ങളിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അടുത്തത് അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടി വരും. യഹോ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്ന് യഹോശഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. നമുക്ക് വിശദീകരണത്തിലേക്ക് പുറകെ പോകാം. നമ്മൾ ഈ വേദഭാഗത്തിലാണ് യഹോശഫാത്ത് താഴ്വര എന്നുള്ള പ്രയോഗം കാണുന്നത്. ഈ 2 ഭാഗത്തിലല്ലാതെ വാലി ഓഫ് യഹോശഫാത്ത് എന്ന് ബൈബിളിൽ വേറെ എങ്ങും പറയുന്നില്ല. യഹോശഫാത്ത് എന്ന പേര് പറയുന്നുണ്ട്. എന്നാൽ യഹോശഫാത്ത് താഴ്വര എന്ന പദം ഇവിടെയാണ് നമ്മൾ പ്രത്യേകം കാണുന്നത്. ഈ യോവേൽ പ്രവചനത്തിലാണ്. നമ്മൾ പ്രാരംഭമായ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ യോവേൽ പ്രവചനം ഒറിജിനലി എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്, എബ്രായ ഭാഷയിൽ. എനിക്ക് എബ്രായ ഭാഷ അറിഞ്ഞുകൂടാ. എന്നാൽ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ചില ഗ്രന്ഥങ്ങളും എഴുത്തുകളും ഒക്കെ നമ്മളെ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുവാനായിട്ട് ഇടയാക്കി മാറ്റും. എന്താണ് ഈ യോവേൽ പ്രവചനത്തിലെ വിഷയം? ഒരു പണ്ഡിതൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുകയുണ്ടായി.
യോവേൽ പ്രവചനം എബ്രായ ടെക്സ്റ്റിൽ, ഹീബ്രു ടെക്സ്റ്റ് അതാദ്യമായി രേഖപ്പെടുത്തിയപ്പോൾ 857 വാക്കുകളുണ്ട്. എബ്രായ ഭാഷയിൽ 857 വേർഡ്സ്. എന്നാൽ ആ 857 വാക്കിന്റെ മധ്യഭാഗം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഏതാണ്ട് 428, 430 വാക്കുകളുടെ ഇടയിലുള്ള ഒരു ഭാഗം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്. അതാണ് ഇതിന്റെ ടോപ്പിക്കും. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെ മധ്യേ കരഞ്ഞും കൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുത്. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. നോക്കുക, ഈ 855 വാക്കുകളുള്ള എബ്രായ ബൈബിളിന്റെ ഏതാണ്ട് മധ്യഭാഗത്തിൽ 428-നും 430-നും ഇടയ്ക്ക് വാക്കുകളിൽ രേഖപ്പെടുത്തിയ ഒരു വാക്കാണ് അത്. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കോണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് 7 വാക്കുകളുണ്ട്. വെർഫോർ ഷുഡ് ദേ സേ എമംഗ് ദ പീപ്പിൾ. ജനത്തിന്റെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. വെർഫോർ ഷുഡ് ദേ സേ എമംഗ് ദ പീപ്പിൾ. ജനങ്ങളുടെ മധ്യത്തിൽ, ജാതികളുടെ മധ്യത്തിൽ എന്തിനാണ് ഇത് പറയേണ്ടത്? എന്തിനാണ് ഇത് പറയുന്നത്? എന്താ പറയുന്നത്? യഹൂദനെ നോക്കിക്കൊണ്ട് ജാതികൾ പറയുകയാണ്, അവരുടെ ദൈവം എവിടെ? Where is their God? ഈ യോവേൽ പ്രവചനത്തിൽ അതിന്റെ മധ്യഭാഗത്തിൽ വന്നിരിക്കുന്ന ഭാഗമാണ്. ജാതികൾ ഒന്നിച്ച് ചേർന്ന് ചോദിക്കുകയാണ്, എവിടെയാണ് അവരുടെ ദൈവം? എന്തിനാണ് ഈ ജാതികൾ ഇങ്ങനെ പറയുന്നത്? അവരുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയാണ് ഈ യോവേൽ പ്രവചനത്തിന്റെ ഏതാണ്ട് ബാക്കി ഭാഗം. എവിടെയാണ് അവരുടെ ദൈവം? Where is their God? ആ മറുപടി ഞാൻ ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. നോക്കിയേ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവിടെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 21-ാം വാക്യം കൂടെ, 21 ഇവിടുത്തെ നമുക്ക് ക്ഷമിക്കണേ, അതിന്റെ നമ്മള് ആ ഭാഗം പ്രത്യേകം നോക്കുമ്പോൾ ഞാൻ പറയുന്ന ഭാഗങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, അതിന്റെ 27-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. അവരുടെ ദൈവം എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. 17-ാം വാക്യം. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. എവിടെയാണ് ദൈവം വസിക്കുന്നത്? സിയോനിൽ ദൈവം വസിക്കും. വീണ്ടും 21-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ പോക്കിയിട്ടില്ലാതെ അവരുടെ രക്തപാതകം ഞാൻ പോക്കും. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. ജാതികൾ ചോദിക്കുന്ന ചോദ്യം, അവരുടെ ദൈവം എവിടെയാണ്? ദൈവം അതിന്റെ മറുപടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്, ഞാൻ സിയോനിൽ വസിക്കും, ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവം പറയുകയാണ്. എന്നാൽ ഇത് യോവേൽ പ്രവചനം നമ്മൾ അപഗ്രഥിക്കുമ്പോൾ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. ഇതോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അപ്പൊ നമുക്കറിയാം അതിന്റെ പ്രസക്തി എന്താണെന്ന് പറയാം. സക്കറിയ 8:3 കൂടെ നോക്കാട്ടെ. സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഈ പറയുന്ന കാര്യം തന്നെയാണ്. ഞാൻ മടങ്ങി വന്ന് സിയോനിൽ വസിക്കും, അവരുടെ മധ്യത്തിൽ വസിക്കും. സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. 3-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിന്റെ മധ്യേ വസിക്കും. യെരുശലേമിന് സത്യനഗരമെന്നും
സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്ന് പേർ പറയും. അവിടെ നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് സിയോനിൽ വസിക്കും എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ്. അതിന്റെ 21, 22 കൂടെ വായിക്കാം. 21 തൊട്ട് നമുക്ക് വായിക്കാം. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം. ഞാൻ പോരുന്നെന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരുശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിക്കാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രം പിടിച്ച്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. ചരിത്രത്തിൽ ഒരു ദിവസം വരികയാണ്, നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് സിയോനിൽ വസിക്കും. ആ സിയോനിൽ വസിക്കുമ്പോൾ ജാതികൾ അവനെ അന്വേഷിച്ചുകൊണ്ട്, ജാതികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ, യഹൂദന്റെ ആ വസ്ത്രത്തിന്റെ അഗ്രം പിടിച്ചുകൊണ്ട് അവർ യെരുശലേമിൽ വരികയാണ് ഈ ദൈവത്തെ കാണുവാൻ, ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാക്കുകൾ കേൾപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ സിയോനിൽ വരികയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ഇത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ് വിഷയം. കർത്താവിന്റെ 2ാം വരവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം. നമ്മൾ യോവൽ പ്രവചനത്തിലേക്ക് മടങ്ങി വരികയാണ്. യോവൽ പ്രവചനത്തിൽ മുന്തി നിൽക്കുന്ന വിഷയം നമ്മുടെ കർത്താവിന്റെ 2ാം വരവാണ്. അതാണ് പ്രത്യേക മനസ്സിലാക്കേണ്ട ഒരു ഭാഗമെന്നുള്ളത് ഞാൻ പ്രത്യേക ഓർപ്പിക്കട്ടെ. എന്നാൽ ഇവിടെ യോവൽ പ്രവചനത്തിൽ ഒരു ബ്രിട്ടീഷുകാരുടെ നേവി ഉപയോഗിക്കുന്ന കയറെടുത്താൽ, ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, ബ്രിട്ടീഷുകാരുടെ നേവിയുടെ കയറെടുത്താൽ ആ കയറിന്റെ നടുക്കൂടെ ഒരു ചുവന്ന ത്രെഡ് ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ പോകും. ആ റോപ്പ് ആരും കൊണ്ടുപോകാതിരിക്കാൻ, ആ റോപ്പ് അവരുടേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ അകത്തുകൂടെ ഒരു റെഡ് നൂല് പോകുന്നു. അതുപോലെ യോവേൽ പ്രവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പ്രത്യേകം കാണാനായിട്ട് സാധിക്കുന്നു. ഒരു പ്രത്യേക വാക്ക് ഓരോ അധ്യായത്തിലും. നോക്കിയാട്ടെ, 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഒരു ദിവസം, അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്, 1-ാം അധ്യായത്തിൽ കണ്ടു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയോട്ടെ. സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇനിയും അതിന്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും ഭയങ്കരമാവുന്നു, അത് സഹിക്കുന്നവൻ ആർ? എന്നാൽ ഇപ്പോഴേക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ. യഹോവയുടെ ദിവസം വരുന്നു, നിങ്ങൾ ആരെ സഹിക്കും? നിങ്ങൾ ഇപ്പോഴേ ഉപവാസം പ്രസ്താവിച്ച് നിങ്ങൾ കരഞ്ഞുകൊണ്ട് മടങ്ങി വരുവിൻ. 2 പ്രാവശ്യം യഹോവയുടെ ദിവസം 2-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞു. തീർന്നില്ല. വീണ്ടും നമ്മൾ 31-ാം വാക്യത്തിൽ നോക്കിയാൽ 2:31, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ വീണ്ടും എടുത്തു പറഞ്ഞു യഹോവയുടെ ദിവസം. 2-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു. 1-ാം അധ്യായത്തിൽ 1 പ്രാവശ്യം പറഞ്ഞു. ഇനി 3-ാം അധ്യായം നോക്കിയാട്ടെ. 3-ാം അധ്യായത്തിലും ഇത് യഹോശഫത്ത് താഴ്വരയുള്ള ബന്ധത്തിൽ പറയുമ്പോഴാണ്. അവിടെ നമുക്കറിയാം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ജാതികൾ ഉണർന്ന്, സകല ചുറ്റുമുള്ള ജാതികൾ ഉണർന്ന് യഹോശഫത്ത് താഴ്വരയിലേക്ക് വരട്ടെ. ഇനി 14-ാം വാക്യം നോക്കിയാട്ടെ. വിധിയുടെ താഴ്വര. ഈ വിധിയുടെ താഴ്വര എന്ന് പറയുന്നത് യഹോശഫത്ത് താഴ്വരയാണ്. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, യോവേൽ പ്രവചനത്തിൽ ഒരറ്റം തൊട്ട അങ്ങേ അറ്റം വരെ ഒരു കാര്യം നമ്മൾ കാണുന്നു, ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. അപ്പോൾ ഈ പ്രവചനം നമ്മൾ കണ്ടു. ആരംഭത്തിൽ
അവരുടെ ദൈവം എവിടെയെന്ന് അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കാണ്, ഞാൻ ഇസ്രയേലിന്റെ മധ്യേ ഉണ്ട്, ഞാൻ സിയോനിൽ മടങ്ങി വന്ന് പാർക്കും. ദൈവം സിയോനെ തെരഞ്ഞെടുത്തു. നമുക്ക് 132 സങ്കീർത്തനം, ഞാൻ 1-2 വാക്യം കൂടെയൊക്കെ വായിച്ചോട്ടെ, നമ്മൾ ധൃതി പിടിച്ച് പോകണ്ടായല്ലോ. 1-2 ദിവസം കൊണ്ട് ഈ ഭാഗം തീർത്താൽ മതിയല്ലോ, അല്ലെ 2-3. 132 സങ്കീർത്തനം 13-14 വാക്യം നോക്കാട്ടെ. 13-14. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അതെന്നേക്കും എന്റെ വിശ്രമമാകുന്നു. ഞാൻ ഇതിനെ ഇച്ഛിക്കയാൽ ഞാൻ അവിടെ വസിക്കും. ദൈവം സിയോനെ തെരഞ്ഞെടുത്തു. സിയോൻ എന്ന് പറയുന്നത് യെരുശലേം എന്നുള്ള ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇസ്രായേലിന്റെ തലസ്ഥാനം. ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്ത് സിയോൻ ദാവീദ് രാജാവിന്റെ തലസ്ഥാനമാക്കി. യെരുശലേമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് സിയോൻ എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യെരുശലേമാണ്. ദൈവം അത് തെരഞ്ഞെടുത്തു. ദൈവം അത് തന്റെ വാസസ്ഥലമാക്കാൻ ഇച്ഛിച്ചു. അതുകൊണ്ട് ദൈവം അത് ഇച്ഛിക്കും. ഇനി നമ്മൾ നോക്കുക, ഇന്ന് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിലാണ് പല പ്രശ്നങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനങ്ങൾ 2 എടുത്തി. സങ്കീർത്തനങ്ങൾ 2. മറ്റനേകം വാക്യങ്ങൾ എടുക്കാതെ ആ സത്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ വരുവാൻ ഞാൻ ആവശ്യമുള്ളത് ചൂണ്ടിക്കാട്ടി നമുക്ക് ഇന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 2. സിയോനാണ് തെരഞ്ഞെടുത്തത്. അവിടെ ദൈവത്തിന്റെ വാസസ്ഥലമാക്കി ദൈവം ഇച്ഛിച്ചു. ദൈവോടെ വസിക്കും. നമ്മൾ വായിച്ചു, അവൻ മടങ്ങി വന്ന് സിയോനിൽ വസിക്കും. സിയോൻ അവന്റെ വാസസ്ഥലമാണ്. ഒരു തർക്കവുമില്ലാതെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് അവിടെ വിഷയമെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് 2 സങ്കീർത്തനം എടുക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്തിനാണ് ജാതികളൊക്കെ ഇങ്ങനെ കൂടി ഇത്ര കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്? 2-ാം വാക്യം, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. അതിന്റെ ശേഷം പറയുന്ന വാക്ക് നോക്കാട്ടെ. ദൈവം പറയുകയാണ്, അതിന്റെ 6-ാം വാക്യം വേണ്ട, നമുക്ക് 3 തൊട്ട് തന്നെ വായിക്കാം. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോട് അവരോട് അരുളി ചെയ്യും, ക്രോധത്തോട് അവരെ ഭ്രമിപ്പിക്കും. അടുത്ത വാക്യം നോട്ട് ചെയ്യുക. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴ്ത്തി. ഞാനൊരു നിർണയം പ്രസ്താവിക്കും. യഹോവനോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, സാത്താൻ കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഞാൻ ഇതൊക്കെ നിനക്ക് തരും. എനിക്കൊന്നും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ അധികാരം മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. കാരണം എന്താ? സാത്താൻ പറയുന്നുണ്ട്, ഇതെല്ലാം എങ്കിൽ ഏൽപ്പിച്ചിരിക്കുക. വാസ്തവമാണ്, ഇന്ന് ഈ ലോകം സാത്താന്റെ കയ്യിലാണ്. എന്നാൽ കർത്താവ് സാത്താനെ വണങ്ങിയല്ല ഈ ലോകം അവന്റെ കരത്തിലാക്കിയത്. പിതാവായ ദൈവം എന്താ പറയുന്നത്? നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായി തരും. ലോകരാഷ്ട്രങ്ങൾ അവന്റെ അധികാരത്തിന്റെ കീഴിൽ വരും. ഇന്ന് പൈശാചികന്റെ കീഴിൽ ലോകം കിടക്കുകയാണ്. എന്നാൽ ഇവിടെയും നമ്മൾ വായിച്ചു, ഇന്ന് വലിയ കോലാഹലങ്ങൾ കാണുന്നു. ജാതികൾ ഒന്നിച്ചു കൂടുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, ദൈവത്തിന്റെ ആലോചനകളെ അവർ പൊട്ടിച്ചു കളയുന്നു, അവരത് പരിഹസിക്കുന്നു. ദൈവം പറയുന്നത് എന്താ? ഞാനൊരു കാര്യം നിർണയിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം നിർണയിച്ചു. എന്താണ് നിർണയം? യഹോവ എന്റെ വിശുദ്ധമായ പർവ്വതമായ സിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നുവെന്നാണ്. അവൻ ഇന്ന് വരെ വന്ന് ആ വാഴ്ച തുടങ്ങിയിട്ടില്ല. എന്നാൽ യോവേൽ പ്രവചനത്തിൽ നമ്മൾ വന്നപ്പോഴും കണ്ടു, ജാതികൾ വ്യർത്ഥമായി ചോദിച്ചു, എവിടെയാണ് അവരുടെ ദൈവം? ദൈവം മറുപടി പറഞ്ഞു, ഞാൻ ഇസ്രായേലിന്റെ മധ്യേ ഉണ്ട്, ഞാൻ മടങ്ങി വന്ന് സിയോനിൽ വസിക്കും. എന്റെ പ്രിയപ്പെട്ട സൗരന്മാരെ, ഈ യോവേലിന്റെ പ്രവചനം യേശുക്രിസ്തുവിന്റെ 2-ാം വരവാണ് വിഷയം. എന്താണ് ഈ ഡേ ഓഫ് ദ ലോർഡ്? യഹോവയുടെ ദിവസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാനത് പല വിധത്തിൽ പ്രവചനപരമായിട്ട് മനസ്സിലാക്കാൻ നോക്കി, അല്ലാതെയും മനസ്സിലാക്കാൻ നോക്കി. ഒരു കാര്യം എനിക്ക് വളരെ താല്പര്യമായി തോന്നി. അതായത് പുരാതന കാലത്ത്
രാജാവിന്റെ ദിവസം, ഡേ ഓഫ് ദ കിങ് എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അതായത് ശക്തനായ ഒരു രാജാവ്. ആ രാജാവ് തന്റെ ശത്രുക്കളെ ഒരു ദിവസം കൊണ്ട് നിഗ്രഹിച്ച് തന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു സാഹചര്യം പഴയ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. രാജാവിനെ വെല്ലുവിളിച്ചെന്നിരിക്കും. എന്നാൽ രാജാവിന്റെ ഒരു ദിവസം, ദ ഡേ ഓഫ് ദ കിങ് എന്നാ പറയുന്നത്, അദ്ദേഹം ശത്രുക്കളെ നിഗ്രഹിച്ച് താന് കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിന് ഡേ ഓഫ് ദ കിങ്. അതുപോലെ നമ്മൾ ഓർക്കുക, ഡേ ഓഫ് ദ ലോർഡ്. എന്നാൽ ഈ ഡേ ഓഫ് ദ ലോർഡ് ഇത് വരുന്നതിന് മുമ്പ് യോവേല് പറയുന്നുണ്ട്, ഇവിടെ വേറെ ഒരു ഡേ ഉണ്ട്. എന്താ? വെട്ടുക്കിളിയുടെ ഡേ, ഡേ ഓഫ് ദ ലോക്കസ്റ്റ്. യോവേൽ പ്രവചനം ആദ്യം തുടങ്ങുമ്പോൾ ഇത് ഏത് കാലത്ത് എഴുതിയെന്നുള്ളതിന്റെ തർക്കമുണ്ട്. കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ എഴുത്തുകാരനെ കുറിച്ച് അധികമൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇദ്ദേഹത്തിന്റെ കണ്ണ് ഇസ്രയേലിൽ ഒരു ലോക്കസ്റ്റ് പ്ലേഗ് ഉണ്ടായി. നമ്മൾ ഓർക്കും, ഈ വെട്ടുക്കിളി വന്നു കഴിഞ്ഞാൽ അത് അത്ര വലിയ അപകടമല്ലെന്ന് നമ്മൾ ഓർത്തേക്കാം. വെട്ടുക്കിളിയുടെ പടം വന്നാൽ സൂര്യൻ ഇരുണ്ടുപോകും എന്ന് പറഞ്ഞാൽ ആകാശം നിറയും വെട്ടുക്കിളികളെ കൊണ്ട്. സൂര്യപ്രകാശം താഴെ വരാതെ വണ്ണം ഈ അത്ര അധികം കാണും ഈ വെട്ടുക്കിളികൾ. ആ വെട്ടുക്കിളികൾ താഴോട്ട് വന്നാൽ പച്ച നിറമുള്ളതൊക്കെ അത് തിന്നു തീർക്കും. യാതൊന്നും പച്ചിപ്പ് അവിടെ കാണത്തില്ല. നമ്മളിവിടെ നോക്കിയാട്ടെ, ഇവിടെ ഈ യോവേൽ പ്രവചനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഇതാണ് വായിക്കുന്നത്. 3-ാം വാക്യം. ഇത് നിങ്ങളുടെ വേണ്ട, നമുക്ക് 2 തൊട്ട് വായിക്കാം. 1 തൊട്ട് വായിച്ചേക്കാം. പെതുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്, മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. എന്താ പറയേണ്ടത്? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ആ ദേശം മുഴുവൻ വെളുപ്പിച്ചു കളയും. പാലും തേനും ഒഴുകുന്ന സമൃദ്ധമായ ആഹാരമുള്ള, മുൻമഴയും പിന്മഴയും ലഭിക്കുന്ന, അവർക്ക് സുഭിക്ഷമായി ജീവിപ്പാൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദേശം. ആ ദേശത്ത് ദൈവം വെട്ടുക്കിളികളെയും തുള്ളനെയും മറ്റും അയച്ചു. അവര് മുഴുവൻ വെളുപ്പിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം സംഭവിച്ചിരിക്കുന്നതാണ് അവിടെ വായിക്കുന്നുണ്ട് 6-ാം വാക്യത്തില്, ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. ഇത് നമ്മൾ നോക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ സൈന്യമാണെന്ന് പറയുന്നു. ദൈവത്തിന്റെ സൈന്യമാണെന്ന് ഈ വെട്ടുക്കിളികളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവമാണ് അയച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. 25, 2:25, 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കി. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? ഈ വെട്ടുക്കിളികളും പച്ചപ്പുഴുവും ഈ വിട്ടിലുമൊക്കെ ആരാണെന്നാ ദൈവം പറഞ്ഞ് സൈന്യം ഇവിടെ വായിക്കുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ മഹാസൈന്യം. ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇത് അയക്കുകയായിരുന്നു. എന്തിനാ അയച്ചത്? ദൈവം ഇതുപോലെ അനുഗ്രഹിച്ചൊരു ജനമില്ല. ഈ അനുഗ്രഹിച്ച ജനം ദൈവത്തെ മറക്കുകയാണ്, ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്, മദ്യപാന്മാരായി തീരുകയാണ്, അവർ ബിംബങ്ങളുടെ പിറകെ പോവുകയാണ്, അവർ ദൈവത്തിന് വില കൊടുക്കാതെ വരികയാണ്. ദൈവം അവരുടെ മധ്യത്തിൽ ഒരു സൈന്യത്തെ അയച്ചു. ആ സൈന്യമാണ് വെട്ടുക്കിളിയും പുഴുവും വിട്ടിലും ഒക്കെ. അത് മുഴുവൻ വെളുപ്പിച്ച ദേശത്ത്. പിന്നീട് വായിക്കുന്ന ഭാഗങ്ങൾ നോക്കിയാൽ ദേവാലയത്തിൽ പുരോഹിതന്മാർ കരയുന്നു, അവിടെ ഭോജനയാഗത്തിന് മാവില്ല. അവിടെ പുരോഹിതന്മാർക്ക് ഭക്ഷിപ്പാൻ ദശാംശങ്ങളൊന്നും കൊണ്ട് കൊടുക്കാനില്ല, കൃഷിക്കാരനൊന്നുമില്ല.
അവനുള്ളപ്പോഴല്ലേ കൊണ്ടു കൊടുക്കുന്നത്? ഇല്ല. നമ്മൾ വായിക്കുന്നുണ്ട് 18-ാം വാക്യത്തിൽ, മേച്ചിലില്ലായകയാൽ അവിടെ മൃഗങ്ങളൊക്കെ കരയുകയാണ്. മദ്യപന്മാർ, അവർക്ക് വീഞ്ഞില്ല. കാരണം എന്നാ? അവരുടെ മുന്തിരി എല്ലാം തിന്നു തീർത്തു. പുതുവീഞ്ഞില്ല. ദേവാലയത്തിൽ അവർക്ക് കൊടുക്കാനായിട്ട് വസ്തുക്കളില്ല. അതുകൊണ്ട് പുരോഹിതന്മാർ അവിടെ, അതാണ് 1-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം. ദൈവം ഇവിടെ ഒരു കാര്യം പറയുന്നു നമ്മളോട്. ഒരു കണ്ണ് ഈ വെട്ടുക്കിളികളുടെ നാശത്തിലേക്ക് നോക്കുമ്പോൾ മുന്നോട്ട് നോക്കുവാൻ ആവശ്യപ്പെടുകയാണ് 2 കണ്ണുകൊണ്ട്. ഇതുപോലൊരു സൈന്യം വീണ്ടും ഇസ്രയേലിന്റെ നേരെ വരും. ഇസ്രയേലിന്റെ നേരെ വീണ്ടും ഇതുപോലൊരു സൈന്യം വരും. പക്ഷെ അത് വെട്ടുക്കിളികളായിരിക്കില്ല, അത് അസംഖ്യജനമായിരിക്കും. ആരാ വരുന്നതെന്ന് നോക്കിയാട്ടെ. 3-ാം അധ്യായം എടുത്താട്ടെ. 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നോക്കിയ, ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇസ്രയേലിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്ന ദിവസം ഇന്ന് ആ ദിവസമാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പുറകെ പോകാം. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ദൈവം ഇത് ഈ വെട്ടുക്കിളികളെ കൊണ്ടുവന്നതുപോലെ സകല ജാതികളെയും ഇവിടെ വായിക്കുന്നു യഹോശഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരുക. ഏതാണ് ഈ യഹോശഫാത്ത് താഴ്വര? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉണ്ടാക്കിയ ബ്രോഷറിൽ ആ യഹോശഫാത്ത് താഴ്വരയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി മനോഹരമായൊരു ചിത്രമാണ്. ഞാൻ കുറെ നേരം അത് നോക്കി നിന്നു. നിങ്ങൾ ആ ചിത്രം നോക്കിയാല്, ആ ബ്രോഷറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചിത്രം, അതാ യഹോശഫാത്ത് താഴ്വര. യെസ്, നോക്കിയാട്ടെ. ഞാൻ അനേക പ്രാവശ്യം ഇതിലെയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ നോക്കിയാൽ ഒരു മകുടം പോലൊരു സാധനം നിൽക്കുന്ന കണ്ടോ? നടുക്ക് ഒരു ധൂപം നിൽക്കുന്ന കണ്ടോ? അതെന്താണെന്നറിയാം? അത് തന്നെ. അതെന്താണെന്നറിയാമോ? അതിന് പറയുന്ന അബ്ശലോം ടോംബ് എന്നാ പറയുന്നത്. അബ്ശലോമിന്റെ ടോംബ് എന്നാ പറയുന്നത്. പക്ഷെ അബ്ശലോമിനെ അവിടെ അടക്കിയിട്ടില്ല. അത് അബ്ശലോം പണിതതാ. അബ്ശലോം തന്റെ ഓർമ്മയ്ക്കായിട്ടോ തന്നെ അടക്കുന്നതിനോ പണിതിട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മൾ ആലോചിക്കണം, ദാവീദിന്റെ പുത്രനായ അബ്ശലോം പണിതാണത്. ഇന്നും അത് അവിടെ നിൽക്കുകയാണ്. അത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ താഴ്വരയിലാണ് അത് നിൽക്കുന്നത്. അതിന്റെ പേര് പറയുന്നത് അബ്ശലോം ടോംബ് എന്നാണ്. പക്ഷേ അബ്ശലോമിനെ അവിടെ അടക്കിയിട്ടില്ല. നമ്മൾ നോക്കിയാൽ ഈ അബ്ശലോം ടോംബിന്റെ വലതുവശത്തോട്ട്, ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നോക്കിയാൽ വലതുവശത്ത് നോക്കിയാൽ ഇങ്ങനെ മുകളിലോട്ടൊരു ചെറിയ കുന്നുപോലെ, ആ കുന്നുപോയി നിൽക്കുന്നത് ടെമ്പിൾ മൗണ്ടിലാണ്. ദേവാലയത്തിന്റെ നോക്കിയേ, അത് മുകളിലോട്ട് പോയി പിന്നെ മതിൽ കാണുന്ന കണ്ടോ? ആ മതില് ഈ ചിത്രം കാണുന്ന പോലെയല്ല, ഇത് വലുതാണ്. ആ മതിൽ കണ്ടോ? ഇത് യെരുശലേം ചുറ്റിയുള്ള മതിലാണ്. ആ മതിലിന്റെ താഴോട്ട് കിടക്കുന്ന ഭാഗമാണ്. നോക്കുക, ഇത് കഴിഞ്ഞാൽ ഒരു വാലിയാണ്. ഈ വാലി കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ഒരു കുന്നുണ്ട്. ഈ കുന്ന് ഏതാണെന്നറിയാമോ? അത് ഒലിവുമലയാണ്. നോക്കിയേ, അതിന്റെ മുകൾ ഭാഗം നോക്കിയേ. ഈ ഒലിമലയിൽ ഇരുന്നു കൊണ്ടാണ് യേശുക്രിസ്തു ദേവാലയം കാണുന്നത്. അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ യെരുശലേം ദേവാലയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ കരയുന്നത്. അതുകൊണ്ടാണ് അവിടെ കണ്ണുനീരിന്റെ ആകൃതിയിൽ ഒരു ദേവാലയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന്റെ ആകൃതി. കാരണം അവിടെ ഇരുന്ന് കർത്താവ് കരഞ്ഞു. കർത്താവ് അവിടെ ഇരുന്നപ്പോൾ ഈ വാലി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ദേവാലയം കാണാനായിട്ട് യെരുശലേം ദേവാലയം കാണുമായിരുന്നു. ആ ദേവാലയം നശിച്ചു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഭാഗമാണ് നമ്മൾ സാധാരണ ഓർക്കുന്ന കിഡ്രോൺ വാലി എന്നൊക്കെ പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ വാലി ഓഫ് ഹിനോം എന്ന് പറയുന്നതൊക്കെ ഈ പ്രദേശത്ത് വരികയാണ്. ഇതൊരു താഴ്വരയാണ്. 2 മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വര. വലിയതാണോ എന്ന് ചോദിച്ചാൽ വലുതല്ല, എന്നാൽ ചെറുതുമല്ല. ദൈവവചനത്തിൽ രേഖപ്പെടുത്തി സകല ജാതികളും ഈ യഹോശഫാത്ത് താഴ്വരയിൽ വരാൻ പോവുകയാണ്. ഇനി നമുക്കതിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ എന്തിനാണ് ഇത് യഹോശഫാത്ത് താഴ്വര എന്ന് വിളിക്കുമാറാക്കിയത്? 2 ശമൂവേൽ 18:18 പറഞ്ഞിരിക്കുന്ന ആ വാലിയാണ് ഈ വാലി. അത് യഹോശഫാത്തിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ പേര് ഇതിന് വന്നുവെന്ന് ചിന്തിക്കുന്നവരുണ്ട്.
ഏതായാലും മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഖാദ് വാതിൽ, ഇംഗ്ലീഷിൽ മെക്ഫോർഡ് ഗേറ്റ് എന്ന് അവരുടെ വചനത്തിലും അതായത് ഖുറാനിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ദൈവത്തിന്റെ അന്ത്യ ന്യായവിധി നടക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഖുറാനിൽ. ഈ വാലി ഓഫ് യഹോഷഫാത്ത് എന്ന് പറഞ്ഞാൽ യഹോവ ഹാസ് ജഡ്ജ് എന്ന് പറഞ്ഞാൽ യഹോവ ന്യായാധിപനായി ഇടപെടുന്ന ഒരു സ്ഥലം. എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, പ്രധാനമായി ഇന്ന് ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഇസ്രയേലിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദിവസങ്ങളിൽ ലോകത്തിലെ സകല ജാതികളെയും അവിടെ കൂട്ടിവരുത്തും. ആരായി പറയുന്നത്? സ്വർഗത്തിലെ ദൈവം. ഞാൻ ഒരു വാക്യം കൂടി ഒന്ന് വായിച്ചോട്ടെ, ഇതോട് ചേർത്ത ഒരു വാക്യം കൂടെ. സഫന്യ പ്രവചനം എടുത്താട്ടെ. സഫന്യാവിന്റെ പ്രവചനം വളരെ ചെറിയൊരു പ്രവാചകനാണ്, ചെറിയ പ്രവാചകന്മാരിലുള്ള ഒരാളാണ്. നമ്മുടെ ബൈബിളിൽ 886 പേജ്, 886. സഫന്യ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കാം. സഫന്യാവ് 3:8 വാക്യം, 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എന്റെ തീഷ്ണാഗ്നി ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും, ഏകമനസ്സോടെ അവനെ സേവിക്കും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ therefore wait ye upon me, says the Lord, until the day that I raise up to the prey, for my determination is to gather the nations, that I may assemble the kingdoms, to pour upon them mine indignation and all my fierce anger, for all the earth shall be devoured with the fire of my jealousy. ദൈവം ഒരു കാര്യം നിർണയിച്ചിരിക്കുന്നുവെന്നാണ് ആ സഫന്യാവ് 3-ാം വാക്യത്തിൽ പറയുന്നത്. My determination is to gather the nations, രാഷ്ട്രങ്ങളെ കൂട്ടുക. 2, all the nations എന്ന് രേഖപ്പെടുത്തി. നോക്കുക, നമ്മൾ വായിച്ച വേദഭാഗം തന്നെയാണ് ഇവിടെയും വായിക്കുന്നത്. വീണ്ടും നമുക്ക് സഫന്യാവിൽ മടങ്ങി വരാം, യോവേലിൽ മടങ്ങി വരാം. യോവേലിൽ നമ്മൾ കാണുന്നു സകല ജാതികളെയും ഇവിടെ കൂട്ടിവരുത്തും. യഹോശഫാത്ത് താഴ്വരയിൽ കൂട്ടിവരുത്തും, സകല ജാതികളും വരും. എന്നാൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഇവിടെ ചില രാജ്യങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യം, 3:4. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളും. ഏതാ ഇത്? ഏതാണ് സഹോദരന്മാരെ ഇത്? സോരും സീദോനും ഏതാണ്? ലെബനോൻ. സോരും സീദോനും ലെബനോനാണ്. ഫെലിസ്ത്യ ദേശം ഏതാ? സകല ഫെലിസ്ത്യ ദേശം. ഏതാണ് ഈ ഫെലിസ്ത്യ ദേശം? നിങ്ങൾ പഴയ മാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തു നോക്കുക, ഫെലിസ്ത്യ ദേശം ഏതാണ്? ഫെലിസ്ത്യ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഗാസയാണ് ഇന്നത്തെ ഫെലിസ്ത്യ ദേശം. ഇവിടെ ഈ രാജ്യങ്ങളെ മാത്രം ദൈവം എടുത്ത് പറഞ്ഞിരിക്കുന്നു, സോരും സീദോനും സകല ഫെലിസ്ത്യ ദേശവും. ഞാൻ ചോദിച്ചോട്ടെ, ഈ 2 സ്ഥലത്ത് ആരുടെ കൈകളിലായി ഇന്ന്? സോരും സീദോനിൽ നിന്ന്, ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന, നമ്മൾ ഭയപ്പെടണം, 1.5 ലക്ഷം റോക്കറ്റുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തു വെച്ചിരിക്കുകയാണ് ഹെസ്ബുള്ള. അവിടെ ഇസ്രയേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ് ലെബനോൻ. ഈ ലെബനോനാണ് വേദപുസ്തകത്തിലെ സോരും സീദോനും. അവിടെ നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികൾ 1.5 ലക്ഷം, കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കേട്ടപ്പോൾ എടുത്തു പറയുന്നു, 1.5 ലക്ഷം റോക്കറ്റുകൾ അങ്ങോട്ട്. ഈ ഹെസ്ബുള്ള എന്ന് പറയുന്ന ആരാ? ഗോഡ്സ് പാർട്ടി. ഇറാൻ ഡയറക്റ്റ് ആയിട്ട് വളർത്തിയെടുത്ത് പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന തീവ്രവാദികളാണ്. ഇസ്രയേലിന്റെ പടയാളികളുടെ ഒരു ഭാഗമാണ് ഈ ഹെസ്ബുള്ള തീവ്രവാദികൾ. ആ തീവ്രവാദികൾ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് 1.5 ലക്ഷം റോക്കറ്റുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തു വെച്ചിരിക്കുന്നു. ചിലത് അവരുപയോഗിച്ചു. ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്ത് ഫെലിസ്ത്യ ദേശം. ഈ ഫെലിസ്ത്യ ദേശമാണ് ഗാസ എന്ന് പറയുന്ന സ്ഥലം. ഫെലിസ്ത്യ ദേശം.
ഫിലിസ്ത്യ ദേശമാണെന്ന് വീണ്ടും ഞാൻ കാണിച്ചു തരാം. ഉപദ്യ പ്രവചനം എന്നെടുക്കാം. ഉപദ്യ പ്രവചനം. എനിക്ക് ആ ഉപദ്യ പ്രവചനം മുഴുവൻ എടുക്കണമെന്നുണ്ട്. അത്ര മനോഹരമായ ഒരു പഠനത്തിന് വേണ്ടിയ ഒരു സമയമാണ്. ഉപദ്യ പ്രവചനം. ഇസ്രായേൽ മക്കൾ അന്തിമ യുദ്ധത്തിൽ ഈ ലോകരാജ്യങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്നവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, 17-ാം വാക്യത്തിന്റെ അവസാനം 17-ാം വാക്യം തൊട്ട് വായിക്കാം. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശത്തെ കൈവശമാക്കും. അത് അണ്ടർലൈൻ ചെയ്യണേ. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അടുത്തത്, അന്ന് യാക്കോബ് ഗൃഹം തീയും യോസേഫ് ഗൃഹം ജ്വാലയും ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. നോക്കുക, എന്തായി പറയുന്നത്? ഇസ്രയേൽ എന്ന് തീജ്വാലയായി മാറും. ചുറ്റുമുള്ളവരെ കത്തിക്കാൻ പോവുകയാണ്, തീജ്വാലയായി മാറും. അതിന്റെ അടുത്ത ഭാഗം നമ്മൾ വായിച്ചു. 17-ാം വാക്യത്തിൽ യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. ദ ഹൗസ് ഓഫ് ജേക്കബ് ഷാൽ പൊസസ് their possession. അവർക്ക് അവകാശമായി നൽകിയത് അവരെ കൈവശപ്പെടുത്തും. ഏതാണത്? 18-ാം വാക്യം നോക്കി. അന്ന് യാക്കോബ് ഗൃഹം തീയും യോസേഫ് ഗൃഹം ജ്വാലയും ഏശാവ് ഗൃഹം താളടിയുമാകും. അവരവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പുണ്ടാകില്ല. യഹോവയല്ലോ അരുളി ചെയ്തത്. ഇനി 19-ാം വാക്യം. നിങ്ങളുടെ ബൈബിള് സൂക്ഷിച്ച് നിങ്ങൾ നോക്കിക്കോണം. നിങ്ങളുടെ കണ്ണവിടെ നിന്ന് മാറ്റാതെ എഴുതാമെങ്കിൽ എഴുതിക്കൊള്ളുക. 1, ഏശാവിന്റെ പർവ്വതം. ഏതാണ് ഏശാവിന്റെ പർവ്വതം? ഏശാവ് പോയി പാർത്ത സ്ഥലം എവിടെയാ? ഇന്നത്തെ ജോർദാന്റെ തെക്ക് ഭാഗമാണ്. നമ്മള് പെട്രാമൊക്കെ പറയുന്ന സ്ഥലമില്ലേ, ഈഡോം എന്ന് പറയുന്ന സ്ഥലം, അത് ജോർദാന്റെ തെക്ക് ഭാഗമാണ്. യോർദാന്റെ തെക്ക് ഭാഗത്തിന് ബൈബിള് കൊടുത്ത പേര് ഏശാവിന്റെ പർവ്വതം. 2 ഒന്നുകൂടെ ചുവന്ന മഷി കൊണ്ട് വരച്ചു. ഞാൻ വീണ്ടും വരച്ചു ചുവന്ന മഷി കൊണ്ട്. 2 ഫെലിസ്ത്യ ദേശവും കൈവശപ്പെടുത്തും. ഏതാണ് ഈ ഫെലിസ്ത്യ ദേശം? ഗാസയാണ്. ഫെലിസ്ത്യ ദേശം ഗാസയാണ്. ഇന്നത്തെ ഗാസയിലാണ് ഫെലിസ്ത്യർ പാർത്തിരുന്നത്. അതാണ് ഫെലിസ്ത്യ ദേശം കൈവശമാക്കും. ഇതെന്ന് സംഭവിക്കുന്നതാ? ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശം കൈവശമാക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ നടക്കേണ്ടതാണിത്. തീർന്നില്ല. 3 എഫ്രായിം പ്രദേശവും ശമരിയ പ്രദേശവും കൈവശമാക്കും. ഏതാണ് എഫ്രായിം ശമരിയ? നിങ്ങൾക്കറിയാം, എഫ്രായിം ശമരിയ പർവ്വതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെ വെസ്റ്റ് ബാങ്കാണ്. ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇന്നത്തെ വെസ്റ്റ് ബാങ്കാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം, ബെന്യാമീനോ ഗിലെയാദിനെ കൈവശമാക്കും. ഗിലെയാദ്. ഏതാണ് ഗിലെയാദ്? വടക്കൻ ജോർദാൻ. ഇസ്രായേലിന്റെ അടുത്ത് കിടക്കുന്ന ജോർദാന്റെ വടക്കേ ഭാഗമാണ് ഗിലെയാദ് എന്ന് പറയുന്ന സ്ഥലം. പിന്നീട് അടുത്ത നോക്കുക, സാരഫത്ത്. 20-ാം വാക്യം. ഇസ്രായേൽ മക്കൾ സാരഫത്ത് വരെയും. സാരഫത്ത് എന്ന് പറയും, സാരഫത്തിലെ വിധവയെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നു. ഏതാണ് ഈ സാരഫത്ത്? ലെബനോന്റെ തെക്ക് ഭാഗമാണ്. ലെബനോന്റെ തെക്ക് ഭാഗമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ 5 ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്തേ. ഞാൻ ഇനി ഒരു കാര്യം പറയാൻ പോവുകയാണ്. യോർദാന്റെ വടക്കേ ഭാഗം, ഗാസ, വെസ്റ്റ് ബാങ്ക്, യോർദാന്റെ തെക്ക് ഭാഗം, ലെബനോന്റെ തെക്ക് ഭാഗം. ഞാന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ജോർദാനിൽ യാത്ര ചെയ്യുകയും ഈഡോം എന്ന് പറയുന്ന ആ സ്ഥലത്തൊക്കെ, പെട്രയുടെ സ്ഥലങ്ങളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ദൈവം എന്നെ അവിടെ ഒക്കെ കൊണ്ടുപോയി. ജോർദാനിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ജോർദാനിലെ പോപ്പുലേഷൻ, അവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 90-ൽ വരുന്ന ജനങ്ങൾ ആരാന്നറിയാമോ? പലസ്തീനികളാണ് ജോർദാനിലെ ഏറിയ പങ്ക് ജനങ്ങളും. ലെബനോനിലാരാ?
ലെബനോനിലെ ഇപ്പൊ നമ്മൾ വായിച്ചു, ലെബനോന്റെ തെക്ക് ഭാഗത്ത് ആരാ? പലസ്തീനികളാണ്. ഗാസയിൽ ആരാ? പലസ്തീനികളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 5 സ്ഥലങ്ങളിലും പ്രീഡോമിനന്റ്ലി ദ ഡ്വെല്ലിംഗ് പീപ്പിൾ ആർ പലസ്തീനിയൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 സ്ഥലങ്ങളിലും പ്രധാനമായ ജനങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ പലസ്തീനികൾ. കാലത്തിന്റെ അന്ത്യത്തിൽ കണ്ടോ, പലസ്തീൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിലിസ്തീൻ അല്ല. പലസ്തീൻ ഒരു രാജ്യമായിരുന്നില്ല. ഇസ്രായേലിന് മൊത്തത്തിൽ പറയുന്ന പേരായിരുന്നു പലസ്തീൻ. എന്നാല് ഇവര് ഇന്ന് അവിടെ പാർക്കുന്ന ഈ പ്രത്യേക ജനം അവരുടെ രാജ്യമാണതെന്ന് അവകാശപ്പെടുമ്പോൾ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വീണ്ടും നമ്മൾ ഓർക്കുക, നമ്മൾ മടങ്ങി വരാം. യോവേൽ പ്രവചനം 3-ാം അധ്യായം. യെസ്, ഇവിടെ ആ പടത്തിൽ നോക്കിയാല് ഈ ഗാസ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഗാസ, ആ ഗാസ എന്ന് പറയുന്ന പഴയ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ ഫെലിസ്ത്യന് പാർത്തിരുന്ന സ്ഥലമാണ് ഫെലിസ്ത്യ ദേശം. ഫെലിസ്ത്യ ദേശം എന്ന് പറഞ്ഞാൽ ആ ഗാസയ. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജൂഡിയ ശമരിയ പ്രദേശം. ഇതിന്റെ അടുത്ത് കിടക്കുന്നു ജോർഡാൻ. ജോർഡാന്റെ ഇസ്രയേലിനോട് ഏതാണ്ട് അടിയിൽ വരും. അവിടെ ഈഡോമ്യർ അല്ലെങ്കിൽ ഏശാമിന്റെ വംശം പാർത്തിരുന്ന പ്രദേശം. ഇവരെന്തിനാണ്? നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഈ യഹോശാഫാത്ത് താഴ്വരയെ കുറിച്ച് എടുത്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിനും കണ്ടിന്യൂ ചെയ്യാം.